ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓൾറെഡി കാണുന്ന ഈ എ സിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പുതിയ ലൈൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു സോക്കറ്റും കാര്യങ്ങളും ഇരിപ്പുണ്ട്, പക്ഷേ അത് ഇൻവെർട്ടർ ലൈനാണ്. നമുക്ക് ഇതിൻ്റെ അകത്തുകൂടെ നമുക്ക് കയറ്റിക്കൊണ്ട് നേരെ ഡി ബിയിലോട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാരണം ഇതിൻ്റെ അകത്ത് നിറയെ വയറുകളാണ്. അതുകൊണ്ട് നമ്മൾ ഇനി ഓപ്പണായിട്ട് ഒരു പൈപ്പിംഗ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം പഴയ ഒരു വുഡ് ടൈപ്പ് ഒരു PVC ബോക്സാണ് ഇരിക്കുന്നത്. അതിൻ്റെ അകത്താണ് ഒരു സോക്കറ്റ് കൊടുത്തിരുന്നത്. അതൊക്കെ നമുക്കിനി ക്യാൻസൽ ചെയ്യണം, കാരണം അതിന് തൊട്ടപ്പുറത്ത് ഹോൾ അടിച്ച് വെളിയിൽ കൂടെ ഇറക്കിയിട്ട് വേണം നമുക്കിനി പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എ സി ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ സാഗമ ജംഗമ വസ്തുക്കളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തേക്കുന്ന 2 മൊഡ്യൂളിൻ്റെ 2 ബോക്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ DP സ്വിച്ച് എടുത്തിട്ടുണ്ട്. അതേപോലെ 16-ൻ്റെ ഒരു MCV നമ്മൾ ഇതിനോടൊപ്പം എടുത്തിട്ടുണ്ട്. അതുപോലെ 16-ൻ്റെ സോക്കറ്റും എടുത്തേക്കുന്നത്. വൈറ്റ് പൈപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ ക്ലാമ്പും വയർ എടുത്തേക്കുന്ന 2.5 ഫിനോലെക്സിൻ്റെ വയറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന ഏരിയ കൂടെ വേണം നമുക്ക് ഇനി പൈപ്പിംഗ് ചെയ്തു പോകാൻ, കാരണം ഓപ്പൺ വയറിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പൈപ്പിംഗ് അടിച്ച് തുടങ്ങി അത് നേരെ നമ്മൾ ഇവിടുന്ന് ക്ലാമ്പ് ചെയ്ത് നേരെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ എത്തിച്ചിട്ടുണ്ട്. ഈ സൈഡ് വഴിയാണ് നേരെ നമുക്ക് കൊണ്ടുപോകേണ്ടത്. അത് നമ്മൾ നേരെ കയറി ഇത് കണ്ടില്ലേ, ഇവിടുന്ന് ഹോൾ അടിച്ച് നമ്മൾ നേരെ അകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു 2 മൊഡ്യൂൾ ബോക്സാണ് വെച്ച് കൊടുക്കുന്നത്. അതുവഴിയാണ് തൊട്ട് താപ്പോട്ട് തന്നെ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ DB. അപ്പോൾ പഴയ ഒരു 3 ഫേസ് DB ആണ്. ഇതിൽ നിന്ന് വേണം നമുക്ക് ഇനി കണക്ഷൻ എടുക്കേണ്ടത്. നമ്മൾ ഇതിൽ നിന്നാണ് ഹോള് ഔട്ടിലോട്ട് അടിച്ച് നമ്മൾ കൊണ്ടുപോയത്. ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതൊന്ന് ട്രെസ് ചെയ്തെടുക്കണം. മാക്സിമം ട്രെസ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമുക്ക് എടുക്കണം, കാരണം ഈ രീതിയിലാണ് ഇരിക്കുന്നത്. പഴയ ഒരു വയറിങ്ങും കൂടെയാണ്. അപ്പം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കത് എന്തായാലും ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ MCV നമ്മൾ ACക്ക് വേണ്ടിയിട്ട് 16-ൻ്റെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പൈപ്പിംഗ് ചെയ്തു. അതേപോലെ തന്നെ DP സ്വിച്ച് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഹൈഫൈ ആണ് എടുത്തേക്കുന്നത്. നേരെ മേളിൽ സോക്കറ്റിനും വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലേ, ഇവിടെ നിന്നാണ് ഔട്ട് സൈഡിൽ നിന്ന് കയറി നേരെ താപ്പോട്ട് വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വെച്ചത്. അങ്ങനെ നമ്മൾ കണക്ഷനെല്ലാം ചാലു ചെയ്ത് AC ഓൺ ആക്കിയിട്ടുണ്ട്. നല്ല ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. മറ്റേത് അതായത് നേരത്തെ ഇരുന്ന് നമ്മൾ ഡമ്മി വെച്ച് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്, കാരണം അത് പ്രയോജനമൊന്നുമില്ല. അപ്പം DBയും ക്ലിയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഴയതാണെങ്കിൽ നമ്മളൊന്ന് കുറച്ചൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് വഴിയാണ് ചെയ്തേക്കുന്നത്, കാരണം നമ്മൾ പറ്റുന്ന രീതിയിൽ തന്നെ ഡ്രസ്സിങ് ചെയ്തു. ഇപ്പോൾ സിമ്പിളായിട്ട്